ഹലോ ഗൈസ്, ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ക്ലേ വീട്ടിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിലാകെ ഒരു ലക്ഷ്യം മാത്രമുള്ളതാണ്. എനിക്കൊരു ഗണപതി ഉണ്ടാക്കണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് ഒരുപാട് പാടുപെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം മുറിഞ്ഞു. കാരണം ഞാൻ എടുത്ത മണ്ണിൽ ഒരുപാട് കല്ലുകളുണ്ടായിരുന്നു. എന്നിട്ടും ഞാനത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകാഞ്ഞത് എനിക്ക് ഈ ഒരു ഗണപതി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. കാരണം ചെറുതായിരുന്നപ്പോഴത്തേക്കിന് ഞാൻ എപ്പോഴും ചപ്പാത്തി മാവ് ഉപയോഗിച്ചുകൊണ്ട് ഗണപതി ഉണ്ടാക്കും. അത് ചപ്പാത്തിയുടെ മാവ് എടുത്തിട്ട് അത് 2 ഉരുളയാക്കും. എന്നിട്ട് ഒരു ഉരുള എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കമ്പ് വെച്ച് കൊടുക്കും. എന്നിട്ട് അടുത്ത ഉരുള എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെവിയും മൂക്കും കൈയും കാലും ഒക്കെ വെച്ച് കൊടുക്കും. എന്നിട്ടാണ് നമ്മുടെ വാടാമുല്ല ഉണ്ടല്ലോ, അതിൻ്റെ പൂ എടുത്ത് കയ്യിലും കൊടുക്കും. അതായിരുന്നു എൻ്റെ താമരപ്പൂ. എന്നിട്ട് ഞാൻ ഈ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഗണപതി എടുത്തിട്ട് ഞാൻ കൊണ്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന അവിടെ കൊണ്ടുവെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഗണപതിയെ വന്ന് ഉറുമ്പ് കൊണ്ടുപോയിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അന്നൊക്കെ ഉറുമ്പ് കൊണ്ടുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഉറുമ്പ് തിന്നുകൊണ്ട് പോവുകയാണെങ്കിൽ എന്നോർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം ക്ലേ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഗണപതി ഉണ്ടാക്കിയെടുക്കുക. അതാണെങ്കിൽ എപ്പോഴും എൻ്റെ വിളക്കിൻ്റെ അവിടെ കാണണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഗണപതിയാണ്. അപ്പം എനിക്കാവുന്ന പോലെ ഞാനാണെങ്കിൽ ഈ ഒരു ഗണപതി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ നന്നാക്കി ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് പറയണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം.